കുട്ടി മാതാവിൻ്റെ കയ്യിൽ വന്നപ്പോൾ കുട്ടി പരിഭ്രമിച്ച രീതിയിലാണുള്ളത്. കുട്ടി ആകെ അന്താളിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഭയപ്പാടുണ്ട്. ഇതെൻ്റെ ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ കുട്ടിക്ക് സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ ഒരു 4ഓളം പവൻ ആഭരണങ്ങളുണ്ടായിരുന്നു. കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അമ്മാമന്മാരും അവരൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് സമ്മാനമായി നൽകിയ കുട്ടിയുടെ കാലിലെ പാദസാരവും കുട്ടിയുടെ കഴുത്തിലെ ചെയിനും കുട്ടിയുടെ കൈമലെ കൈച്ചെയിനും ഒക്കെ ഇവൻ ഈ ഒരു മാസം കൊണ്ട് അപഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാവിനെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് 20ഓളം പവൻ സ്വർണം കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിരുന്നു. ആ സ്വർണ്ണങ്ങൾ ഘട്ടം ഘട്ടമായി ഈ സഫീർ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ പിതാവ് എന്ന് പറയുന്ന ഇദ്ദേഹം പല ഘട്ടങ്ങളിലായി അപഹരിച്ചെടുക്കുകയും ഈ മാതാവ് ഈ സ്വർണം കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കണിശമായ നിർദ്ദേശപ്രകാരം അതെനിക്ക് തരണമെന്ന് ബലമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇവൻ ബിസിനസ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും 4 മാസം ഇവൻ്റെ കൂടെ നിർത്തി ഈ സ്വർണ്ണങ്ങൾ മുഴുവനും ഇവൻ അപഹരിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയെയും തട്ടിയെടുത്തുകൊണ്ട് ഈ മാതാവിനെ മാനസികമായി പീഡിപ്പിച്ച് 1 മാസത്തോളം ഈ കുട്ടിയുടെ മാതാവ് മാനസിക സമനില തെറ്റി ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ വളരെയധികം വിഭ്രാന്തിയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത്. സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ വാർദ്ധക്യം ചെന്നിട്ടുള്ള പിതാവ് വടിയും കയ്യിൽ ഊന്നിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ പേരക്കുട്ടിനെ കാണണമെന്നാണ്, എൻ്റെ മോനെ കാണണമെന്നല്ല ആ പിതാവ് പറയുന്നത്, എനിക്ക് എൻ്റെ കുട്ടിനെ കിട്ടണമെന്നാണ് പറയുന്നത്. അത്രക്കും എല്ലാവരെയും വെറുപ്പിച്ച ഒരു ഫ്രോഡ് തന്നെയാണ് ഇവൻ. അതുകൊണ്ട് ഇവനെ ഈ സമൂഹം ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നിങ്ങളൊക്കെയാണ് തീരുമാനിക്കുന്നത്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തിരൂരങ്ങാടിയിൽ നിന്നും 1 വയസ്സായ കുഞ്ഞുമായി പിതാവ് യുവതിക്കൊപ്പം കടന്ന സംഭവത്തിൽ പിതാവിനെയും കുഞ്ഞിനെയും ഇയാളുടെ പെൺസുഹൃത്തിനെയും നാട്ടിലെത്തിച്ചു. യുവാവിന്റെ ബാഗിൽ നിന്നും 4 ലക്ഷം രൂപയുടെ കള്ളനോട്ടും പിടിച്ചെടുത്തു. യുവാവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുഞ്ഞിനെ ചൈൽഡ് ലൈൻ മുമ്പാകെയും ഹാജരാക്കും. മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ മുഹമ്മദ് സഫീറിനെയും 1 വയസ്സായ മകൾ ഇനായ മെഹറിനെയും സഫീറിന്റെ പെൺസുഹൃത്തായ പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ 28-കാരി സഞ്ജിത ചാറ്റർജിയെയുമാണ് തിരൂരങ്ങാടി പോലീസ് നാട്ടിലെത്തിച്ചത്. സഞ്ജിത ചാറ്റർജിയുടെ നാടായ കൊൽക്കത്തയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. തുടർന്ന് നാട്ടിലെത്തിക്കുകയായിരുന്നു. സഫീറിന്റെ ബാഗ് പരിശോധിച്ചതിൽ നിന്നും പോലീസിന് 4 ലക്ഷം രൂപയുടെ കള്ളനോട്ടും ലഭിച്ചിട്ടുണ്ട്. ഇത് ചെന്നൈയിൽ നിന്ന് ലഭിച്ചതാണ് എന്നാണ് സഫീർ പറഞ്ഞതായാണ് വിവരം. യുവതിയെ ഇൻസ്റ്റഗ്രാം വഴിയാണ് സഫീർ പരിചയപ്പെട്ടത്. 5.5 മാസത്തോളമായി ഇവർ ബന്ധത്തിലാണ്. സഞ്ജിത ചാറ്റർജിക്കൊപ്പം പോകാനാണ് താല്പര്യമെന്നും കുട്ടിയെ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്നുമാണ് സഫീർ പോലീസിനോട് പറഞ്ഞത്. അതേസമയം കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന്റെ ദേഹത്തണിഞ്ഞിരുന്ന 3 പവനോളം സ്വർണം കാണാനില്ലെന്ന് വീട്ടുകാർ പരാതി പറഞ്ഞു. ഇത് യുവാവ് വിറ്റിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം വിവാഹ സമയം തിരൂരങ്ങാടി വടക്കേ മമ്പ്രൂ സ്വദേശിനിയായ യുവതിക്ക് വീട്ടുകാർ 20 പവനോളം സ്വർണം നൽകിയിരുന്നു. ഇത് ഘട്ടം ഘട്ടമായി സഫീർ അപഹരിക്കാൻ ശ്രമിക്കുകയും സ്വർണം നൽകാൻ വിസമ്മതിച്ച യുവതിയെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഇതിനായി 4 മാസം സഫീർ ജോലി ചെയ്യുന്ന ചെന്നൈയിലെത്തിച്ച് സ്വർണം അപഹരിക്കുകയും ചെയ്തിരുന്നതായി സൊസൈറ്റി ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ഭാരവാഹികൾ പറഞ്ഞു. ആദ്യ ദിവസം തന്നെ കുട്ടിയുടെ പിതാവ് കളവ് പറഞ്ഞുകൊണ്ട് കല്യാണത്തിന് കൊണ്ടുപോകണമെന്ന് കളവ് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ മാതാവിൽ നിന്നും അടർത്തിയെടുത്ത് കുട്ടിയെ കൊണ്ടുപോയി അവൻ പ്രേമിക്കുന്ന പശ്ചിമ ബംഗാളുകാരിയായ സഞ്ജിത ചാറ്റർജി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൂടെ കടന്നു കളയുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസമാണ് കൊണ്ടോട്ടി ലോഡ്ജിൽ അവളും ഇവനും ഈ കുട്ടിയുമായി താമസിച്ചിരുന്നു എന്നും അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നും അറിഞ്ഞത്. അങ്ങനെ കൊണ്ടോട്ടിയിൽ ചെന്നപ്പോൾ അവളെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. CCTV പരിശോധനയിൽ അവർ കുട്ടിയുമായി കടന്നു കളയുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പലവരും കണ്ടിട്ടുണ്ട്, വാർത്തയിലൊക്കെ വന്നതാണ്. അതിനുശേഷം പിന്നീട് എവിടെ എന്നുള്ളത് ഒരു അന്വേഷണത്തിലും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഇവിടെ വന്ന് പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് FIR ഇട്ടു. അന്വേഷിക്കാം എന്ന് പറഞ്ഞു. പോലീസ് അന്വേഷിച്ചതിൻ്റെ ഗൗരവം ഒന്നുകൂടി ശക്തിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ അതിൻ്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു. തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി നൽകി, DGPയുടെ ഓഫീസിൽ പോയി പരാതി നൽകി. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും കാര്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കുകയും കുട്ടിയെ കണ്ടെത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ റേഞ്ച് IGക്ക് DGPയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും
അതുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടിനുമായി നിങ്ങൾ ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ മുന്നിൽ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്ത ഈ വിഷയവുമായി ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു കുട്ടിയെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് കാര്യമായി തന്നെ ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കുന്നുണ്ട് എങ്കിൽ ആ ബൈക്ക് സൈബറുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയം വേണം, പോലീസ് കൊണ്ടുവന്ന് തരുമെന്ന് പറയും. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട, DYSP താനൂർ DYSP ബെന്നിയുമായി നിങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ബെന്നി സാറിനെ സമീപിച്ചു. ബെന്നി സാർ വളരെയധികം നല്ല രീതിയിൽ എല്ലാവിധ സഹകരണവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അദ്ദേഹം സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചു. ഇവിടുത്തെ CIയും തിരുവങ്ങാടി പോലീസും അതിൽ കക്ഷികളായി ബന്ധപ്പെട്ടു. പോലീസിൻ്റെ ശ്രമഫലമായി തന്നെയാണ് ഒരു രേഖയും ഉപയോഗിക്കാതെ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഇവനെയും ഈ സ്ത്രീയെയും ഈ കുട്ടിയെയും കണ്ടെത്തിയിട്ടുള്ളത്. പോലീസിൻ്റെ അശ്രാന്തമായ പരിശ്രമം അതിലുണ്ടായിട്ടുണ്ട്. ഒരു വീഴ്ചയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പോലീസ് ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. കുട്ടിയുടെ മാതാവിങ്കലേക്ക് കുട്ടിയെ കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ ഇനി കോടതിയിൽ ഹാജരാക്കണമെന്നും വൈദ്യപരിശോധന നടത്തണമെന്നും ഒക്കെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും കുട്ടി മാതാവിൻ്റെ കയ്യിൽ വന്നപ്പോൾ കുട്ടി പരിഭ്രമിച്ച രീതിയിലാണുള്ളത്. കുട്ടി ആകെ അന്താളിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഭയപ്പാടുണ്ട്. ഇതെൻ്റെ ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ കുട്ടിക്ക് സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. മലയാളം കുറച്ച് ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞിരുന്ന കുട്ടി ഇപ്പോൾ ഹിന്ദി ഭാഷ ക്യാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് പലവരും ഇവിടെ അതിന് സാക്ഷികളാണ്. അങ്ങനെ കുട്ടിയെ മറ്റു രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തി കുട്ടിയെ വശീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു 4ഓളം പവൻ ആഭരണങ്ങളുണ്ടായിരുന്നു. കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അമ്മാമന്മാരും അവരൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് സമ്മാനമായി നൽകിയ കുട്ടിയുടെ കാലിലെ പാദസാരവും കുട്ടിയുടെ കഴുത്തിലെ ചെയിനും കുട്ടിയുടെ കൈമലെ കൈച്ചെയിനും ഒക്കെ ഇവൻ ഈ ഒരു മാസം കൊണ്ട് അപഹരിച്ചിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നവൻ അപഹരിച്ചിട്ടുണ്ട്. അത് കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാവിനെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് 20ഓളം പവൻ സ്വർണം കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിരുന്നു. ആ സ്വർണ്ണങ്ങൾ ഘട്ടമായി ഈ സഫീർ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ പിതാവ് എന്ന് പറയുന്ന ഇദ്ദേഹം പല ഘട്ടങ്ങളിലായി അപഹരിച്ചെടുക്കുകയും ഈ മാതാവ് ഈ സ്വർണം കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കനിഷ്ഠമായ നിർദ്ദേശപ്രകാരം അതെനിക്ക് തരണമെന്ന് ഫലമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇവൻ ബിസിനസ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും 4 മാസം ഇവൻ്റെ കൂടെ നിർത്തി ഈ സ്വർണ്ണങ്ങൾ മുഴുവനും ഇവൻ അപഹരിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയെയും തട്ടിയെടുത്തുകൊണ്ട് ഈ മാതാവിനെ മാനസികമായി പീഡിപ്പിച്ച് 1 മാസത്തോളം ഈ കുട്ടിയുടെ മാതാവ് മാനസിക സമനില തെറ്റി ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ വളരെയധികം വിഭ്രാന്തിയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത്. നാട്ടുകാരായ ഞങ്ങൾക്ക് സങ്കടമുണ്ടായി, കുടുംബക്കാരായവർക്ക് സങ്കടമുണ്ടായി. എല്ലാ രീതിയിലും ഞങ്ങളുടെ നാട് ഈ വിഷയത്തിൽ വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഹാജരാക്കി എന്ന് കേട്ടപ്പോഴാണ് നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇവിടെ സംഗമിക്കുവാനുണ്ടായിട്ടുള്ള കാരണം. ഇതാണ് ഈ വിഷയവുമായി നമുക്ക് പറയുവാനുള്ളത്. സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ വാർദ്ധക്യം ചെന്നിട്ടുള്ള പിതാവ് വടിയും കയ്യിൽ ഊന്നിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ പേരക്കുട്ടിനെ കാണണമെന്നാണ്, എൻ്റെ മോനെ കാണണമെന്നല്ല ആ പിതാവ് പറയുന്നത്, എനിക്ക് എൻ്റെ കുട്ടിനെ കിട്ടണമെന്നാണ് പറയുന്നത്. അത്രക്കും എല്ലാവരെയും വെറുപ്പിച്ച ഒരു ഫ്രോഡ് തന്നെയാണ് ഇവൻ. അതുകൊണ്ട് ഇവനെ ഈ സമൂഹം ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നിങ്ങളൊക്കെയാണ് തീരുമാനിക്കുന്നത്. ജൂൺ 25-നാണ് സഫീർ സുഹൃത്തിന്റെ വിവാഹത്തിന് പോകാനെന്ന് പറഞ്ഞ് തിരൂരങ്ങാടിയിലെ പന്താരങ്ങാടി 16-ലെ ഭാര്യ വീട്ടിൽ നിന്നും 1 വയസ്സായ മകൾ ഇനായ മെഹറിനുമായി ഇറങ്ങിയത്. കൊണ്ടോട്ടിയിൽ കൈരളി ലോഡ്ജിൽ പശ്ചിമബംഗാൾ സ്വദേശിനിയായ കാമുകി 28-കാരി സഞ്ജിത ചാറ്റർജിക്കൊപ്പം റൂമെടുത്തതായും പിന്നീട് യുവതിക്കും യുവതിയുടെ 4 വയസ്സായ പ്രായം തോന്നിക്കുന്ന മകനുമായി 1 വയസ്സുകാരിക്കൊപ്പം സഫീർ ഓട്ടോയിൽ കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ബംഗാൾ സ്വദേശിനിയായ സഞ്ജിത ചാറ്റർജി ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. യുവതിക്ക് 4 വയസ്സായ മകനുണ്ട്. യുവതിയെ ഇൻസ്റ്റഗ്രാം വഴിയാണ് സഫീർ പരിചയപ്പെട്ടത്. 5.5 മാസത്തോളമായി ഇവർ ബന്ധത്തിലാണ്. തുടർന്ന് ആ പരിചയം ഇരുവരെയും ഒന്നിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് കുഞ്ഞുമായി ഇയാൾ യുവതിക്കൊപ്പം ഒളിച്ചോടുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കൊൽക്കത്തയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. യുവാവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുഞ്ഞിനെ ചൈൽഡ് ലൈൻ മുമ്പാകെയും ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.